സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ശ്രീ കഴിഞ്ഞ വീഡിയോയിൽ ശ്രീ പറഞ്ഞായിരുന്നല്ലോ വിശ്വാസത്തിന്റെ ഉറപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. അതായത് നമുക്കിപ്പോ വിശ്വാസം ഉള്ളപ്പോഴും നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ആ വിശ്വാസത്തിൽ ഒരു കുറവും അല്ലെങ്കിൽ സംശയമൊക്കെ വരുന്നു. അപ്പം എങ്ങനെ നമുക്ക് ആ വിശ്വാസത്തിൽ അത് ഒരു ഉറപ്പുണ്ടാക്കാം, ആ വിശ്വാസം എങ്ങനെ നമുക്ക് ഉറപ്പിക്കാം, നമ്മുടെ ഈ വിഷമസന്ധികളിൽ നമുക്ക് എങ്ങനെ അതിനെ ഒരു നല്ല രീതിയിലേക്ക് നമുക്ക് ചാനലൈസ് ചെയ്ത് വിടാം എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചോദിക്കാനുള്ളത്. ശ്രീ ഒന്ന് പറയാം. സദ്ഗുരുവേ ശരണം. ഇപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഉറപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അപ്പോൾ സത്യത്തിൽ ഇതെല്ലാം ഈ വിശ്വാസത്തിൽ ഉറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പല സംശയ നിവാരണങ്ങൾ വരാനുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇപ്പം ഇന്നും ഞാൻ ഈ വിഷയത്തെ ഡയറക്റ്റായിട്ട് അഭിമുഖീകരിക്കാതെ മറ്റ് ചില കാര്യങ്ങളിൽ ചില സംശയ നിവാരണങ്ങളെല്ലാം വരുത്തിയിട്ട് അവസാനം നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിൽ നിന്നൊക്കെ ഒരു ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കുറച്ച് എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒത്തിരി സൈലൻ്റായിട്ട് കുറച്ച് ഒരു പോസിറ്റീവ് വൈബ്രേഷനിൽ അങ്ങനെ പോകാം, ശാന്തമായിട്ട് പോയിട്ട്. കാര്യം എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, എൻ്റെ ചില പ്രോജക്റ്റ് വർക്കുകൾ, കൂടാതെ ഇപ്പോൾ ചില ട്യൂഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, ഓൺലൈൻ ട്യൂഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില പ്രിപ്പറേഷൻസ്. കാരണം നമുക്ക് ജീവിത മാർഗവും കൂടി ഇതിനോടൊപ്പം കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനൊന്ന് മാറി നിൽക്കാം കുറച്ചു കാലം. കൂടാതെ നമ്മുടെ ചാനൽ നമുക്ക് അതിനുശേഷം റിവൈവ് ചെയ്തുകൊണ്ട് പുതിയ രീതിയിൽ, അതായത് നമ്മളിപ്പോൾ കുറച്ചു കാലമായിട്ട് കുറേ സംശയ നിവാരണങ്ങളും മറ്റ് ചില ചാനലിലെ ആരോപണങ്ങളും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ചാനലിനെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള മറ്റ് ഗുരുക്കന്മാരൊക്കെ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചില യാത്രകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ രീതിയിൽ നമുക്ക് ചാനലിനെ തന്നെ നമുക്ക് കൊണ്ടുവരാമെന്നൊക്കെ ഉള്ള കാര്യം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മറ്റേ ചാനലിൽ ഇതേപോലെ നമ്മൾ സംസാരിച്ചതായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നതായിട്ടൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ അറിയിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തൽക്കാലം അത്തരം വീഡിയോകളൊന്നും കാണുന്നില്ല, അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങൾക്കെല്ലാം മറുപടികൾ പറഞ്ഞതാണ്. കൂടാതെ ഇപ്പോൾ ഗുരുവിനോടൊപ്പം പിന്നെ വർഷങ്ങൾ ചെലവഴിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ വിഷയവും ഈ ആശയവും ഈ ഗുരുമാർഗവും അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ രീതികളും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ മറുപടി കൊടുത്തു കഴിഞ്ഞു. അതുപോലുള്ള ആൾക്കാർ സംസാരിച്ചതിനൊക്കെ നമ്മൾ മറുപടി കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വിഷയത്തെയൊക്കെ മാറി നിന്നൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ വായിച്ചും കണ്ടുമൊക്കെ മനസ്സിലാക്കിയ